അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. സഹോദരന്മാരെ, ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വേദന തീർത്തും സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പുത്രവിയോഗത്തിൽ കണ്ണീർ വാർത്ത ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ക്ഷമയോടെ, സഹിഷ്ണുതയോടെ ഇത്തരം മുസീബത്തുകളെ തരണം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിധികൾ പാലിക്കൽ വിശ്വാസികൾക്ക് ബാധ്യതയും അതേറ്റം ഗുണവുമാണ്. മലക്കുകളാണല്ലോ ആത്മാവിനെ പിടികൂടുന്നത്. കുഞ്ഞു മരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ റൂഹിനെ വാങ്ങുന്ന മലക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം അഖബൽതും വലദ അബ്ദി എന്നാണ്. എൻ്റെ ദാസൻ്റെ പുത്രനെ നിങ്ങൾ മരിപ്പിച്ചോ? അതേ എന്ന മലക്കുകളുടെ പ്രതികരണത്തിൽ അപ്പോൾ പുത്രവിയോഗത്താൽ എൻ്റെ ദാസൻ എന്താണ് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഹമീദക വസ്തർജ, അള്ളാഹുവെ നിന്നെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് മലക്കുകൾ പ്രതികരിക്കുമ്പോൾ അള്ളാഹു ആ ദാസനിൽ തൃപ്തനാവുകയാണ്. സ്വർഗത്തിൽ അദ്ദേഹത്തിനൊരു വീട് നിർമ്മിക്കുവാനും ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടാനും അള്ളാഹു മലക്കുകളോട് ആജ്ഞാപിക്കും എന്ന് സഹിഹായ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. മക്കളുടെ വിയോഗത്തിൽ വേദനിക്കുന്നതോടൊപ്പം വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ക്ഷമയുടെയും അതേപോലെ ഇത്തരം പ്രതികരണങ്ങളുടെയും അവസ്ഥകൾ അനിവാര്യമാണ്. പൂർവികർ അങ്ങനെയായിരുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് അൽഹംദുലില്ലാഹി അല്ലദീ യഅഖുദുഹും മിൻ ദാരിൽ ഫനാ വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. നശ്വരമായ ദുനിയാവിൽ നിന്ന് എൻ്റെ മക്കളെ എടുത്ത് അനശ്വരമായ പാരത്രിക ലോകത്തേക്ക് എൻ്റെ മക്കളെ സൂക്ഷിക്കുന്ന അള്ളാഹുവിനെ സർവ്വസ്തുതിയും. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം 7 മക്കൾ മരണപ്പെട്ട ഒരു സംഭവമുണ്ടായി. അദ്ദേഹം അൽഹംദുലില്ലാഹ് ഇന്നി മുസ്ലിമുൻ മുസല്ലം, അള്ളാഹുവിന് സർവ്വസ്തുതിയും, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഈ സന്തതികളെ ഏൽപ്പിക്കപ്പെട്ടവനുമാണ്. യംദി സഗീറു ഇദൻ ഖദത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫി ഖിസ്മിൽ മനിയതി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു. വലിയവർക്ക് പിന്നാലെ ചെറിയവരും മരണം വരിച്ച് കടന്നു പോകും. അവന്റെ നാളുകൾ തീർന്നാൽ എണ്ണപ്പെട്ടാൽ മരണത്തിന്റെ വിഷയത്തിൽ മനുഷ്യ മക്കൾ കൃഷിയിടത്തെ പോലെയാണ്. ചില കൃഷി കൊയ്യാൻ ശേഷിക്കും, ചിലത് കൊയ്യപ്പെട്ടതായിരിക്കും. അബ്ദുള്ള ഇബ്നു ആമിർ സന്തതികൾക്ക് മരണം വന്നപ്പോൾ ഇவ்விதം പറഞ്ഞ് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഒരുമ്മ തൻ്റെ 9 മക്കൾ ഒരു ഗുഹയിലകപ്പെട്ട് ആ ഗുഹ ഇടിഞ്ഞ് മരണപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞ് അവർ പറഞ്ഞു റബ്ബൈതുഹും തിസ്അതൻ ഹത്താ ഇദ തസഖു ഉഫ്രിത്തു മിൻഹും കകർനിൽ അഅമബിൽ വാഹിദി വകുല്ലു ഉമ്മിൻ വഇൻ സുറത് ബിമാ വലദത് യൗമൻ സതഫ്ഖിദു മൻ റബ്ബത് മിനൽ വലദി. അല്ലാഹുവിനെ സ്തുതി അർപ്പിച്ചു. എന്നിട്ട് അവർ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആ വേദന പറഞ്ഞ് അവർ പറഞ്ഞത് ഏതൊരു ഉമ്മയുടെയും അവസ്ഥ ഇவ்விതാണ്. ഒന്നുകിൽ ഉമ്മ മരിച്ച് കുഞ്ഞുങ്ങൾ തനിച്ചാകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ച് ഉമ്മ ദുനിയാവിൽ തനിച്ചാകും. ഇതെല്ലാ ഉമ്മമാരുടെയും അവസ്ഥയാണ്. അവരും അള്ളാഹുവിനെ സ്തുതിച്ച് വിധിയിൽ ക്ഷമിക്കുകയാണുണ്ടായത്. അപ്പോൾ വിധിയിൽ മുസീബത്തിൽ ക്ഷമിക്കുക, സഹിക്കുക, സഹിഷ്ണുത അവലംബിക്കുക, അള്ളാഹുവിനെ സ്തുതി അർപ്പിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ വചനം ചൊല്ലി നമ്മൾ മുസീബത്തുകളോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും രക്ഷയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.